you wanna play some games with the? Yeah. So for this video, for this part, I will do it in English only till the ending of the vlog. As he suggested me, I will consider his valuable suggestion and we will do it together. You can see the song after some preparations. One more time, 3 times, sir. No. Look. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ എന്നുള്ളത് ക്ലൗസ്താൽ സെല്ലർഫീൽഡ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു മലമുകളിലാണെന്നും ഇവിടെ പാർട്ട് ടൈം അവൈലബിലിറ്റി ഒക്കെ കുറവാണെന്നും ഒക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ജർമ്മൻ ക്ലാസ്സിന് വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നല്ല ഒരു വാം വെതറാണ് കാര്യം. ഇന്നലെ നല്ല ഹീറ്റ് വേവ്സിനൊക്കെ ചാൻസ് ഉണ്ടായി, നല്ല ചൂടായിരുന്നു, നല്ല സീനായിരുന്നു ഇന്നലെ പുറത്തിറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ വലിയ സീനില്ല, അത്യാവശ്യം നല്ലൊരു ടെമ്പറേച്ചറും നമുക്ക് നാട്ടിലെ പോലെ തന്നെ സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, പണ്ട് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ടെമ്പറേച്ചറൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ്, നമ്മൾ സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒസ്ഗൂറിൻ്റെ മടയിലാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് പാട്ട് വേണമെങ്കിൽ നീ വാ, നമുക്ക് എൻ്റെ അടുത്തൊരു ഗിത്താറൊക്കെ ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്കിന്ന് ഒരു മ്യൂസിക്കൽ ഈവനിങ് ആക്കാം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ചായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ചെയ്യാം, ഒരു കൊളാബൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. രാവിലെ ജർമ്മൻ ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോൾ ക്ലാസ് കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വീട്ടിൽ പോയിട്ടുണ്ട്. അധികം വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്തെങ്കിലും കലാപരിപാടികൾ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്. അപ്പോൾ അവൻ താമസിക്കണമെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ് ഡോമിലാണ്. അപ്പം ക്ലൗസ്താലിലേക്ക് വരുന്ന ഈ കുട്ടികൾക്കാണെങ്കിൽ, സ്റ്റുഡൻസിനാണെങ്കിൽ കുറച്ച് ഉപകാരപ്പെടും. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ലേവൻ സ്ട്രാസെ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ് ഡോം നിൽക്കുന്ന സ്ഥലമാണ് ലേവൻ സ്ട്രാസെ. അപ്പോൾ അവിടെ ഒരുപാട് ഡോമുകളുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ ഏകദേശം റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം 400 യൂറോ, 410 യൂറോ അങ്ങനെയൊക്കെയാണ് റെൻറ്റ് വരുന്നത്. അപ്പം ഞാൻ വരുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു 370 സംതിങ്ങിന് എനിക്ക് റൂം കിട്ടിയായിരുന്നു. പക്ഷേ വന്ന സമയത്ത് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ റൂം എടുത്തിട്ടിട്ട് ജസ്റ്റ് ഞാൻ ആ ആൻമൽഡുങ്ങും ജസ്റ്റ് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാളിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇപ്പോൾ വേറെ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വന്ന് നമ്മുടെ ഗോസ്ലാറിലേക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഗോസ്ലാറിൽ ഇപ്പം ഒരുപാട് കുട്ടികളിങ്ങനെ വന്നിട്ടുണ്ട്. എന്നാലും ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ റഷ് ആവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണെന്നറിയില്ല, കണ്ടറിയാം. അപ്പോൾ ആരാണ് ഒസ്ഗൂർ എന്നല്ലേ? ഒസ്ഗൂർ എൻ്റെ കൂടെ പാർട്ട് ടൈമിന് മഗ്ഡിയിൽ വർക്ക് ചെയ്യണ ഒരു തുർക്കിക്കാരനാണ്. അവനാണെങ്കിൽ കുറേ നാളായിട്ട് ഇങ്ങനെ അവൻ്റെ രീതിയിലുള്ള പാട്ടൊക്കെ പാടി, ഗിത്താർ വെച്ച് പാട്ടൊക്കെ പാടി അവൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അന്നൊക്കെ അവൻ്റെ അടുത്ത് പറയും, അവനെ അത്യാവശ്യം നല്ല രീതിക്ക് അവൻ പഠിച്ചിട്ടുണ്ട്. മറ്റേ സാധനം ഉണ്ടല്ലോ, ശാസ്ത്രീയമായ സംഗീതം പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വായന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം അവനുമായിട്ട് ഇന്നൊരു കൊളാബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ലെമൺ സ്ട്രാസിലേക്ക് പോണത് സ്റ്റീവ് ക്ലോസ്താലിൻ്റെ നമ്മുടെ യൂണിവേഴ്സിറ്റി ബിബ്ലിയോത്തിക്കിൽ കൂടെയാണ്. യൂണിവേഴ്സിറ്റി ബിബ്ലിയോത്തിക്ക് മീൻസ് നമ്മുടെ ഇവിടുത്തെ ലൈബ്രറി. അപ്പോൾ ലൈബ്രറിയുടെ മുന്നിൽ കൂടെയാണ് ഞാൻ നടന്നു പോകണത്. നിങ്ങൾക്ക് ലൈബ്രറിയും കൂടെ കാണാം. അത്യാവശ്യം വെൽ എക്യുപ്ഡാണ് ലൈബ്രറി. ബുക്സ് ആയാലും കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ലൈബ്രറിയിലെ സ്റ്റാഫ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും വന്നിട്ട് ജർമ്മൻ അറിഞ്ഞുകൂടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിലോ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് ലൈബ്രറിയുടെ മെയിൻ ഡോറ്, എൻട്രൻസ് ഇതാണ്, ഈ കാണുന്നതാണ്. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും നമ്മളവിടെ കാണുന്നതാണ് ലൈബ്രറിയുടെ മെൻസ. അതായത് ലൈബ്രറിയുടെ അല്ല, യൂണിവേഴ്സിറ്റിയുടെ മെൻസ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. അതായത് മെൻസ മീൻസ് ഇവിടുത്തെ ക്യാൻറ്റീൻ സെറ്റപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ രീതിയിലുള്ള ഫുഡും കിട്ടും. പിന്നെ നാട്ടിലെ ഫുഡ് കിട്ടില്ലെന്നേ ഉള്ളൂ, ഇവിടുത്തേതായ എല്ലാ രീതിയിലുള്ള ഫുഡും കാണും. ഓഫറുണ്ട്, സ്റ്റുഡൻസിന് ഓഫറുണ്ട്, പിന്നെ ഇവിടെ വർക്ക് ചെയ്യണവർക്ക് ഓഫറുണ്ട്. പിന്നെ നമുക്ക് ഒരു അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ പുറത്ത് വരുന്ന ഗസ്റ്റുകൾക്ക് അവർക്ക് ഓഫറില്ല, ഇത് സെയിം ഒറിജിനൽ റേറ്റാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു കുറഞ്ഞ എമൗണ്ടിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഇവിടുന്ന്. ഞങ്ങൾ മിക്കപ്പോഴും ഉച്ചയ്ക്ക് ഫുഡ് എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്നാണ് കൂടുതലും ഫുഡ് കഴിക്കാറുള്ളത്. അവിടെ എഴുതി വെച്ചേക്കണുണ്ട് എസൻ ട്രിങ്കൻ. എസൻ മീൻസ് ടു ഈറ്റ്, ട്രിങ്കൻ മീൻസ് ടു ഡ്രിങ്ക്.
ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബസ് സ്റ്റോപ്പ്. അതായത് എനിക്കിപ്പം കോസ്ലാർ പോകണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം. യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറിയിലൊക്കെ വരണമെങ്കിലോ ഇവിടുന്ന് വണ്ടി എടുക്കാം. അത് ആ പോയിൻ്റ്, ആ എച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ പോയിൻ്റാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ടെക്നീഷ്യ യൂണിവേഴ്സിറ്റി ആയിട്ടെന്ന് അവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് ഹോം നിൽക്കുന്ന സ്ഥലം, TU ലേബനിസ്ട്രാസെ. I mean Lower Saxony in English and Niedersachsen is in German. That's what it means. അപ്പോൾ സ്റ്റുഡൻറ്റ് ഹോമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിൽഡിങ്ങൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ബിൽഡിംഗ് ആണ്. എല്ലാം ഒരു സ്റ്റുഡിയം അപ്പാർട്ട്മെൻറ്റ്സ് പോലെയാണ്. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് മീൻസ് ഒരു റൂമിനകത്ത് തന്നെയായിരിക്കും കിച്ചണും, അതായത് ടോയ്ലറ്റ് സെപ്പറേറ്റ് ഒരു റൂം കാണും, ബാക്കി കിച്ചണും കാര്യങ്ങളെല്ലാം ഒരൊറ്റ വലിയ റൂമായിരിക്കും മെയിനായിട്ടും. ഇത് ഉള്ളിലേക്കൊക്കെ പോണ സ്ഥലമാണ്. Hope I will find this useful for you. അപ്പം നമ്മൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് ഹോം നിൽക്കണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സർവീസ് സെൻറ്റർ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരുന്നത്. അതായത് അക്കോമഡേഷൻ്റെയും കാര്യങ്ങളെല്ലാം, സ്റ്റുഡൻ്റ് വർക്ക് മീൻസ് അവർ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു ഒരു ഓഫീസാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഓസ്റ്റ് നീഡർസാക്ഷൻ മീൻസ് ഈസ്റ്റ് ആൻഡ് നീഡർസാക്ഷൻ മീൻസ് ഇവിടുത്തെ ലോവർ സാക്സണിയുടെ വേറൊരു പേരാണ് നീഡർസാക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓസ്ഗൂറിൻ്റെ ബിൽഡിംഗ് നമ്പറായ 22 എത്തിയിട്ടുണ്ട്. മച്ചാൻ ഏത് റൂമാണെന്ന് എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പിള്ളേരുടെ സൈക്കിളൊക്കെ ഇരിക്കുന്ന കാണാം. സൈക്കിൾ മെയിനാണെന്ന് ഞാൻ എൻ്റെ മുന്നേയുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നൈസ് സെറ്റപ്പാണ്. ഈ കാണുന്ന ഗോവണിയില്ലേ, ഇതെന്താണെന്ന് വെച്ചാൽ വണ്ടർലയുടെ റൈഡൊന്നുമല്ല, റൈഡിൽ കയറാൻ പോണ ആ ഏണിയൊന്നുമല്ല. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ എമർജൻസി എക്സിറ്റാണ്. അതായത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഫയറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാതെ ഈ ഗോവണി വഴി വേണം നമ്മൾ ഇറങ്ങാൻ. എന്താ അല്ലേ, താഴെ എത്തുമ്പോഴത്തേക്കും ആൾ തല കുറ്റിച്ചാവുമല്ലോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഒസ്ഗൂറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. I'm here in Osgur's house. We were practicing together for the song from the movie Honeybee, Nijallariyade Niramariyum, that song. And he was also singing with me. He tried singing. When I called him, he was sleeping, and he just woke up to me, and he was here preparing for the song. And he does this playing really good, and I have seen him playing in Instagram stories, and I just asked him can we do a collab together, and he just said, come bro, we can do it together, but don't hesitate. And he invited me to his house, and I am in his house. Actually, he is completely a techie, also like me. He has a YouTube channel, and he's uploading the gaming stuffs, yeah. Right? Then you can see PlayStation is here, everything is here, and I'll show his room. I'm doing this because he also want to understand the language. When I started my YouTube channel, he was saying, suggesting me if you want viewers, you must do it in English or some other language, most spoken language, English or French, you suggested me. Yeah. So for this video, for this part, I will do it in English only till the ending of the vlog. As he suggested me, I will consider his valuable suggestion, and we will do it together. You can see the song after some preparations. Is it? Yeah. Okay. What is Pache Nirame? So I gave him my photo and told him to do Lord Vishnu, and I was waiting an airport with me, and the same when we generated, Lord Vishnu is having AirPods. Checking the
Okay. Checking the frame. ഒരു പിടിക്കനവിലായി നിൻമുഖം മനമറിയാതെ നിലവുകളിൽ. Start from beginning? Yeah. Bro, like, look. Wait. You will play it 2 times. Yeah. Then. Okay. One more time, 3 times, huh? No. Look. You understand now? Okay, let's start together. മനസ്സിലായി ചേരുമോ ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും നീയോ നിറയും നീറക്കണം നീയോ കാർമുകിലോടും തിങ്കളും നീയോ പുതുമഴ തരും ഈ സുഖം It's good. You did it way better, bro. Do you sing any other Indian songs or something like that? Then you can. Actually like to listen and sing A.R. Rahman songs, like GRA. And when I was little boy, I was listening A.R. Rahman, so that's why I'm interested in some songs, traditional Indian songs. You can just sing randomly which one you do like or something like that. Yeah, You can use your guitar. I can try. Chali re, Junoon koriye, Katara, Lama ho koriye, Pinjare se ura girka shekera, Turi se bimesh kiyare. Yeah. This is good. Yeah, so good. Yeah. So it's time to end my vlog. So I had spent a good time with Osgo with music. We tried many times in between. Our airports was something like shit. I tried to fix that. Whenever I started singing, it was the noise cancellation was coming up and it was reducing the original music volume, and we can't find the track and sing along with it. So we decided to sing together, and for this guy, he likes to speak Malayalam, and he sings Malayalam songs sometimes working together in McDonald's. So at that time I asked him so we can join together and do something like this, and this made really nice. I spent a good day. It was fun actually. Yeah. Okay, bye. See you in the next video. Graphics is so good.